ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് ഈ റിപ്പോർട്ട്. ഉപകരണങ്ങൾ എല്ലാം ഉണ്ടോ എന്ന് സ്ക്രബ് നഴ്സിനോട് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഡോക്ടർ തുന്നലിട്ടത്. ശസ്ത്രക്രിയ സമയത്തെ സർജൻസ് നോട്ട് കൃത്യമാണെന്നും ഈ സമയം സ്ക്രബ് നഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കൃത്യമായി ആരാണ് പ്രതി അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ചികിത്സാ പിഴവ് പറ്റിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ അതായത് ഡോക്ടർ കൃത്യമായി ചോദിച്ചു, സ്ക്രബ് നഴ്സിനോട് ചോദിക്കുന്നു, ഉപകരണങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. നഴ്സ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തുന്നിയത്, അതായത് ഈ ഒരു ശസ്ത്രക്രിയ അവസാനിപ്പിച്ച് തുന്നലിലേക്ക് കടന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ എങ്ങനെ ഈ ഒരു ആർട്ടറി ഫോർസെപ്സ് അല്ലെങ്കിൽ കത്രിക അകത്തേക്ക് വന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനൊപ്പം തന്നെ ശസ്ത്രക്രിയ സമയത്ത് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ തക്ക രീതിയിലുള്ള ഈ ഒരു സ്റ്റാഫുകളുടെ സ്ട്രെങ്ത്തിൽ കുറവുണ്ടായിരുന്നു. ഒപ്പം ഈ ഒരു സ്ക്രബ് നഴ്സിന് തൊട്ടടുത്ത മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് കൂടി പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. പക്ഷേ ഈ ഒരു കത്രിക എങ്ങനെ രോഗിയുടെ അകത്തേക്ക് വയറ്റിനകത്തേക്ക് എത്തി എന്ന കാര്യത്തിൽ കൃത്യമായി ചോദ്യമില്ല, ഉത്തരമില്ല. അതിനൊപ്പം തന്നെ ഇതിൽ എങ്ങനെ ആരുടെ ഭാഗത്തു നിന്നാണ് പിഴവ്, ഡോക്ടറുടെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ നഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചികിത്സാ പിഴവിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു കത്രിക 5 വർഷത്തോളം കാലം ഈ ഒരു രോഗിയുടെ അകത്ത് കുടുങ്ങിക്കിടന്നത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. മാത്രമല്ല 2020 നടന്ന ശസ്ത്രക്രിയയാണ്. അതിപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു, 6 വർഷത്തോളം അടുക്കുന്നു. ആ സമയത്തടക്കം ഇത്രയും സമയം എന്തുകൊണ്ട് ഈ ഒരു സംഭവം കണ്ടെത്തിയില്ല? ഒരു ശസ്ത്രക്രിയയുടെ സമയത്തടക്കം ഈ ഒരു ഉപകരണം കാണാതെയാകുന്നു. കാരണം ഇതിനെല്ലാം കണക്കുള്ള ഒരു വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള സമയത്തടക്കം ഈ ഒരു ഉപകരണം കാണാതായതിലടക്കം എന്തുകൊണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൃത്യമായ ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണമോ നടന്നില്ല എന്ന കാര്യത്തിലടക്കം വ്യക്തതയില്ല. എന്ത് തന്നെയായാലും ഈ ഒരു കത്രികയുടെ കാലപ്പഴക്കം അന്വേഷിക്കാൻ, അതിന്റെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ കത്രിക പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയുടെ അടക്കം ഫലമായി ഇതിന്റെ കാലപ്പഴക്കം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് നടപടികളിലേക്ക് കടക്കുമെന്ന് ആണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇതിൽ എന്താണ് നടന്നത്, അതായത് പോലീസ് ഇപ്പോൾ വകുപ്പ് മേധാവിയും ഒപ്പം തന്നെ ഈ ഒരു ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറെയും നഴ്സിനെയും പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആരോഗ്യവകുപ്പിന്റെ കൈകഴുകൽ നയമാണോ ഈ ഒരു റിപ്പോർട്ടിലും ഉള്ളത് എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് നടപടി ഡോക്ടർക്കെതിരെയും നഴ്സിനെതിരെയും എടുക്കുമെന്ന കാര്യത്തിൽ ചോദ്യമുണ്ട്. ഒപ്പം തന്നെ എങ്ങനെ ഈ കത്രിക അകത്തേക്ക് വന്നു എന്നതിൽ ആരോഗ്യവകുപ്പിന് കൃത്യമായ ഉത്തരമില്ല എന്നതുകൂടിയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.